അപ്പോൾ പാലാന്തരനെ സംബന്ധിച്ച് ഒരു കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഈ കടുത്ത പോരാട്ടത്തിൽ വിജയപ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും 24-ാം വാർഡ് വിജയിച്ചിരിക്കും. തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ്. 100% വിജയിച്ചിരുന്നു. തൂക്കി ഞാൻ ഒന്നും പറയാനില്ല, ഞങ്ങൾ തൂക്കിക്കൊണ്ടോ 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പാലാന്തറമ്മൽ ഒരു വികസനം ഇതുവരെ വന്നിട്ടില്ല. എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്നാണ് അവിടെയുള്ള വോട്ടർമാരുടെ അഭിപ്രായം. 5 പതിറ്റാണ്ട് കാലം UDF ഭരിച്ച ഒരു വാർഡാണ് നമ്മുടെ പാലാന്തറ വാർഡ്. ആ വാർഡിക്ക് വികസനം എന്താണെന്ന് ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ AR പഞ്ചായത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു വാർഡായിട്ടാണ് പുറം വാർഡുകളിൽ അറിയപ്പെടുന്നത്. 24-ാം വാർഡായിട്ടുള്ള പാലാന്തറ സ്ഥിതി ചെയ്യുന്ന വാർഡ് ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ പുറം വാർഡുകളിൽ ചെന്ന് ചോദിച്ചാൽ നേരം വെളുക്കാത്ത വാർഡ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് ഒരു മാറ്റം വരുത്തിക്കാണ്ട് 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തി. കുടുംബശ്രീകൾ വരെ പ്രവർത്തനരഹിതമായ രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പല മെമ്പർമാർ മാറി വന്നിട്ടും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി നിൽക്കും. ആകെ വന്നുകൊണ്ട് അവിടെ ഒരു കുറഞ്ഞ ഒരു 50 മീറ്റർ ഇത് വന്ന തോട് കെട്ടി എന്നുള്ള ഒരു വലിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും ഒരു മാറ്റം അനിവാര്യമാണ് വാർഡിൽ. അവിടെയുള്ള ആ പ്രദേശവാസികൾക്ക് ഇന്ന് വരെ 100 കുടുംബങ്ങളോളം ഉണ്ട്. കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. AR നഗർ ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് AR നഗർ പഞ്ചായത്ത് 24-ാം വാർഡിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് കൂടിയാണ്. പ്രചരണത്തിൻ്റെ വേളയിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ. എവിടെ എത്തി പ്രചാരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഈ പ്രാവശ്യം ഞങ്ങൾ പാലാന്തറ വാർഡ് എടുത്തിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ പാലാന്തറ വാർഡ് എന്ന് എടുക്കുമ്പോൾ ഏകദേശം ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പാലാന്തറ വാർഡ് എന്ന് പറഞ്ഞാൽ പാലാന്തറ, നടുക്കണ്ടി, കണ്ണമ്മാട്, അതുപോലെ തന്നെ VK പടിയുടെ ഒരു ഭാഗം, പിന്നെ വലിയറമ്പിൻ്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ കോരുകുണ്ട് ഭാഗം. ഈ വാർഡ് വിഭജനത്തിന് ശേഷം ഏകദേശം വോട്ടുകളൊക്കെ കൂടിയിട്ടുണ്ടോ അതോ എന്ത് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, പുതിയ വോട്ടർമാർ ഒരു 150 പുതിയ വോട്ടർമാർ കൂടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള വാർഡാണ് പ്രാവശ്യം. അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ ജയിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. എന്താണ് വോട്ടർമാർക്ക് എന്തൊക്കെയാണ് അവർ പറയുന്നത്? എല്ലാ വോട്ടർമാർക്കും ഒരു മാറ്റം അനിവാര്യമാണ് വാർഡിൽ. ഇത്ര വർഷക്കാലം UDF ഭരിച്ചിരുന്ന ഒരു വാർഡാണ്. ഇപ്രാവശ്യം എല്ലാ വികസനം വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് അവിടെ പോയിട്ടുള്ളത്. കാരണം പല മെമ്പർമാർ മാറി വന്നിട്ടും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ണമ്മാട്, അതുപോലെ തന്നെ പിന്നെ നടുക്കണ്ടി, പിന്നെ പാലാന്തറ, ഈ മേഖലയിലെല്ലാം നല്ല പ്രയാസത്തിലാണ് ജനങ്ങൾ. വേണ്ടത്ര രീതിയിലുള്ള വികസനം അവിടെ എത്തിപ്പെട്ടിട്ട് യുവാക്കളത് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല നല്ല പിന്നെ സ്പോർട്സ് താരങ്ങളുള്ള ഒരു മേഖലയാണ് ഈ കണ്ണമ്മാട്, അതുപോലെ തന്നെ പാലാന്തറ, നടുക്കണ്ടി ഭാഗങ്ങളിൽ. അവർക്ക് നല്ലൊരു ക്ലബ്ബ്, അതുപോലെ തന്നെ കളിസ്ഥലം, ഇങ്ങനത്തെ സംഗതികളൊന്നും ഇതുവരെ അവിടെയുള്ള മെമ്പർമാർ മുൻകൈയെടുത്ത് നടത്തി കൊടുത്തിട്ടില്ല. അവർക്ക് അത് വേണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടത്തി കൊടുക്കും എന്ന് ഞാൻ അവർക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്. പാലാന്തറ എടുക്കുകയാണെങ്കിൽ കാലങ്ങളായിട്ട് UDFന്റെ ഒരു വാർഡാണ്, UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. എന്ത് തോന്നുന്നു, വിജയപ്രതീക്ഷയിൽ തന്നെയാണോ? തീർച്ചയായിട്ടും 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി ഭൂരിപക്ഷം കൂടും എന്നുള്ളൊരു ഓട്ടത്തിലാണ് ഞാൻ. 24-ാം വാർഡിൽ നിന്ന് ജയിച്ച് മെമ്പർ ആവുകയാണെങ്കിൽ ഏറ്റവും മുൻഗണന എന്തിനായിരിക്കും? ഏറ്റവും മുൻഗണന വോട്ടർമാർക്ക് കൊടുക്കാനുള്ളത്? ഏറ്റവും മുൻഗണന എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യത്തിലും മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാലാന്തറമ്മൽ പിന്നെ അതുപോലെ തന്നെ പാലാന്തറമ്മൽ ഒരു വികസനം ഇതുവരെ വന്നിട്ടില്ല. എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്നാണ് അവിടെയുള്ള വോട്ടർമാരുടെ അഭിപ്രായം. അത് നേരിൽ കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. പാലാന്തറമ്മൽ നിന്ന് പിന്നെ നടുക്കണ്ടി ഭാഗത്തേക്ക് ഒരു റോഡ് അവിടെ അത്യാവശ്യമായ ഒരു സാഹചര്യമുണ്ട്. കാരണം പിന്നെ കഴിഞ്ഞ പ്രളയത്തിൽ പാലാന്തറ ഒറ്റപ്പെട്ട ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. പാലാന്തറിനെ പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു ദ്വീപ് എന്ന രീതിയിലാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ദ്വീപ് എന്ന് പറയാനല്ല, അവിടെയുള്ള ജനങ്ങൾ
ബോധവാന്മാരാണ് എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം അവർ കാലങ്ങളോളമായി അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് അവിടുത്തെ റോഡ്, നടുക്കണ്ടി റോഡ് ബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ കുടിവെള്ളം. പല മേഖലയിലും കുടിവെള്ളം, അവിടെ പല വീടുകളിലും കുടിവെള്ളം എത്താത്തതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വോൾട്ടേജ് ക്ഷാമം, അത് ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. അതിന് വേണ്ട നടപടികളൊന്നും ഇത്രയും കാലം ഭരിച്ചിരുന്നവർ നടത്തി കൊടുത്തിട്ടില്ല. ജനങ്ങളെ ആവശ്യങ്ങൾ അവർ നടത്തി കൊടുത്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടുത്തെ വോട്ടർമാർ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും നമുക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് പാലാന്തറ നല്ലൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഉറപ്പായിട്ടുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം. പാലാന്തറയിൽ ദിവസങ്ങളായിട്ട് പ്രചണ്ഡത്തിലാണ്. വോട്ടർമാർ എന്താണ് ഉന്നയിക്കുന്നത്? അവിടെ പാലാന്തറ, അതുപോലെ നടുക്കണ്ടി, കണ്ണമ്മാട് മേഖല, ഈ പ്രദേശത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ തോടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അംഗനവാടി പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവിക്കുന്നുണ്ട്, അതുപോലെ വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. പ്രദേശവാസികളെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ പ്രശ്നം. ആ വഴി എന്നുള്ളത് റോഡ് ഇത്ര കാലമായിട്ട് അതിനൊരു പുരോഗമനം ഉണ്ടാകാത്ത രീതിയിലാണ് അവർ ഇടപെടുന്നില്ല എന്ന് തന്നെ തീർത്തും പറയാം. അതെന്താ വെച്ചാൽ 3 വഴികളിലൂടെ ഇപ്പോൾ അതിൻ്റെ ഒരു മാർഗങ്ങൾ ഉണ്ടായിട്ട് അതിന് ഒരു വഴി പോലും അതിൻ്റെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണില്ല. അതാണ് ഏറ്റവും വലിയ പാലാന്തറൻ്റെ ഏറ്റവും വലിയ വിഷയം തന്നെ. യുവാക്കളെ ഇടയിലും കുടുംബങ്ങളുടെ ഇടയിലും എല്ലാവരും ഒരു വിഷയം ആ വഴി പ്രശ്നം. ഇപ്പോഴുള്ള വഴി തന്നെ 100% സേഫ്റ്റിയാണെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. കാരണം അവിടുത്തെ ഇപ്പോൾ ഈ NH ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി 100% സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് ഈ മഴക്കാലങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഒരു യാത്രാ ദുരിതം. അത് ഈ ഒരു പുതിയ വഴി ഇല്ലാത്തതുകൊണ്ട് അത് ശരിക്കും പാലാന്തറക്കാർക്ക് അറിയാം. പിന്നെ ഈ 2-3 വർഷമായിട്ട് ആ തടസ്സപ്പെടുന്ന ഒരു രീതി 100% പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ള വേറെ രീതി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു വഴി തടസ്സപ്പെടാനുള്ള RTOൻ്റെ രീതിയിലുള്ള ഒരു വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ 100% ഇപ്പോൾ ഈ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ആ ആശങ്കയൊക്കെ നികത്തുന്ന രീതിയിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ഒരു പ്രദേശവാസികളൊരു വികാരം തന്നെയാണ് ആ വഴി തുറക്കാനുള്ള. അത് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് ഇടപെടണം. രണ്ടാമത് അവിടെയുള്ള ആ പ്രദേശവാസികൾക്ക് ഇന്ന് വരെ 100 കുടുംബങ്ങളോളം ഉണ്ട്. കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന സമയമാണ്. അതന്നെ മറ്റേ പൈപ്പ് ലൈൻ ഇപ്പോൾ ചെയ്ത ആ പൈപ്പ് ലൈനിൻ്റെ റോഡിൻ്റെ പ്രശ്നങ്ങൾ, അത് ആ പൈപ്പ് ലൈൻ ചെയ്തത് മാത്രമല്ല ആ റോഡ് പ്രശ്നം അവിടെ പരിഹരിക്കാൻ ടീടാറിങ് മാർഗങ്ങളൊന്നും പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ റോഡും പ്രശ്നങ്ങൾ മൊത്തത്തിൽ പിന്നെ ഈ ആ പ്രദേശവാസികൾക്കുള്ള വോൾട്ടേജ് വിഷയം. അതേപോലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് കണ്ണമ്മാട് അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും കണ്ണമ്മാടല്ല, അത് സ്ഥിതി ചെയ്യുന്നത് ഒരു വാടക കെട്ടിടത്തിൽ പാലാന്തറിനോടനുബന്ധിച്ച്. പാലാന്തർ പ്രത്യേക ഒരു അംഗനവാടി തന്നെ ഉണ്ട്. ആ കണ്ണമ്മാട് അംഗനവാടിയും കണ്ണമ്മാട് പ്രദേശവും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വാടക കെട്ടിടാണെങ്കിൽ പോലും ആ കണ്ണമ്മാടിനോട് അനുബന്ധിച്ച് വരാനുള്ളൊരു ശ്രമം അതിന് പറ്റിയൊരു മുൻ മെമ്പർമാർ ഇടപെടൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. പ്രാദേശികവാസികൾ അംഗനവാടി ഒഴിവാക്കുന്നുള്ള രീതിയിൽ അത്രയും ഇടപെട്ട് കാണാനാണ് ഈ അംഗനവാടി അവിടെ നിലനിർത്തുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അത് ആ അവസ്ഥ വരെ ദുരിതത്തിലാവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഞാനൊക്കെ കാർഷിക മേഖലയിൽ ഇടപെടുന്ന ആളുകൾ. കാർഷിക വികസനം എന്ന് പറഞ്ഞാൽ അത്രയും ഇടപെടുന്നത്. കാർഷിക വികസനം എന്താണെന്ന് അറിയാത്തൊരു മുൻകാലങ്ങളിലുള്ള മെമ്പർമാരെ ഒരു സ്ഥിതിഗതികളാണ്. എന്നുള്ള ആ തോടുകളും ജലസേചന മാർഗങ്ങളും ആ ഒരു പുരോഗമനം ഇല്ലാത്തൊരു രീതിയാണ്. ആകെ വന്നുകൊണ്ട് അവിടെ ഒരു കുറഞ്ഞൊരു 50 മീറ്റർ തോട് കെട്ടി എന്നുള്ള ഒരു വലിയൊരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ ഇടപെടുന്ന ആളുകൾ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറഞ്ഞാൽ പോത്തിൻതീവ എന്ന് പറഞ്ഞൊരു ചിറയുണ്ട്. അതിൻ്റെ ഈ മെമ്പർക്ക് പോലും അറിയില്ല. പല പ്രാവശ്യം ഈ പല സമയത്തും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പോത്തിൻചിറ ചിറ റെഡിയാക്കിയാൽ തന്നെ റിപ്പയറിങ് നടത്തിയാൽ മതി. 100-300 ഏക്കർക്കുള്ള കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ കഴിയും. അതാണല്ലോ തൊഴിൽ. ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പോൾ നമ്മളെ LDF സർക്കാർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് സ്വയം തൊഴിൽ
രൂപപ്പെടുത്തി കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു മാർഗ്ഗം ഇവിടെ ഒരു സീറോ എന്നുള്ള രീതിയിൽ പറയാം. എന്തിനേറെ പറയുന്നത് കുടുംബശ്രീകൾ വരെ പ്രവർത്തനരഹിതമായ രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ കായിക മേഖലയിലും പിന്നെ നമ്മുടെ കാർഷിക മേഖലയിലും LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തി പരമാവധി അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഏരിയ ആക്കി മാറ്റും എന്ന് തന്നെ ഉറപ്പ് നൽകുന്നു.